എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം ആ ഒരു ഫെസ്റ്റിവൽ അത് അവസാനിച്ചിരിക്കുകയാണ്. ട്രീറ്റ്മെന്റിലായിരുന്ന ഒക്കിക്കുവും കിന്നും അവർ രണ്ടുപേരും ആ നേവി അഡ്മിറൽ വാനോക്കിൻ്റെത്തിലേക്ക് വന്നതും വലിയൊരു യുദ്ധം ഉണ്ടായതും എല്ലാം അറിഞ്ഞ് ഇപ്പം അവിടേക്ക് ഓടിയെത്തുകയാണ്. അവരവിടെ എത്തുമ്പോഴേക്കും യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ആ ഒരു നേവി അഡ്മിറൽ അവിടുന്ന് പോയിട്ടുണ്ടാവും. അവർ ചുറ്റും നോക്കും. റൈസോയും അവർ രണ്ടുപേരും വാട്ടർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവരോട് പറയും, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് അത് നഷ്ടപ്പെട്ടു പോയതാണ്, ട്രീറ്റ്മെന്റ് കൊടുത്ത് എത്രയും വേഗം നമുക്കത് റെഡിയാക്കാം. അവർക്കെല്ലാവർക്കും ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഒരുപാട് ഭയം. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് 20 വർഷങ്ങൾക്ക് ശേഷം അവർ കൈഡോയെ തോൽപ്പിച്ചത്. കൈഡോ അവിടെ നിന്ന് പോയെന്നറിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് വാനോ കിൻഡത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ വന്ന ആ ഒരു നേവി അഡ്മിറൽ അവൻ പറഞ്ഞത്, ഞാനൊരു നേച്ചർ പവറാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. അവന്റെ നേച്ചർ പവർ, ട്രീ പവറൊക്കെ ഉപയോഗിച്ചാണ് അവർ അറ്റാക്ക് ചെയ്തത്. അവർ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അല്പം ടെൻസ്ഡ് ആവും. ഞൊടിയിടയിൽ അവിടേക്ക് ഓടിയെത്തും. ഐ എം സോറി, ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് കുറി ഡിസ്ട്രിക്റ്റ് വരെ പോയിരുന്നു, അതുകൊണ്ടാണ് ആ സമയം എനിക്ക് ഇവിടേക്ക് എത്താൻ കഴിയാഞ്ഞത്. കാറ്റ് കിങ് ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, അവർ ഓക്കെയാണ്, ചോപ്പറിന്റെ ട്രീറ്റ്മെന്റ് അത് നടക്കുന്നുണ്ട്, ആ വില്ലനെ മൊമന്റോസ്കി തുരത്തി ഓടിച്ചു, ഇനി എല്ലാവരെയും ഇതുപോലെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കും. അതിരിക്കട്ടെ, നിന്റെ വൈഫിനെ അവളെ നീ മീറ്റ് ചെയ്തോ? അതിന് കിൻ പറയും, ഇല്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു ഗ്രാൻഡ്മ ആണെങ്കിൽ സുന്ദരി ആന്റി കിന്നിന്റെ വൈഫ് അവരോട് ചോദിക്കും, നിന്റെ ഹസ്ബൻഡ് ഇവിടേക്ക് വന്നിട്ടുണ്ട്, അവർ നീ കണ്ടോ? അതിനവൾ നാണത്തോടെ ലജ്ജയോടുകൂടെ തലയൊക്കെ താഴ്ത്തി കാലോട് കളമൊക്കെ വരച്ച് ഗ്രാൻഡ്മയോട് പറയും, അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, ഇനിയുള്ള എന്റെ ജീവിതം അദ്ദേഹത്തോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നാണിച്ചു നിൽക്കും. ഇവിടെ റൈസോ ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഇപ്പൊ കിന്നോട് പറയും, എനിക്കും പോപ്പുലർ ആവണം. അത് കേട്ട് കിന്ന് വണ്ടറടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ക്യാരറ്റ് പെണ്ണ് അവളാണെങ്കിൽ യുദ്ധത്തിനെല്ലാം ശേഷം ഇപ്പോൾ ആ ഒരു ഐലാൻഡിലൂടെ ഹായ് ആയിട്ട് നടന്ന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചു കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്യാണ്. അപ്പോഴായിരിക്കും അവളുടെ പെറ്റ് കുരങ്ങൻ അവളുടെ അടുത്തേക്ക് വന്ന്, നീ എത്രയും വേഗം ക്യാറ്റ് വൈപ്പറിനെയും ഡോഗ് കിങ്ങിനെയും ചെന്ന് കാണണമെന്ന് നിർദ്ദേശമുണ്ടെന്ന് അറിയിക്കുക. അവളതനുസരിച്ച് അവരുടെ അടുത്തേക്ക് വരും. ക്യാറ്റ് കിങ്ങും ഡോഗ് കിങ്ങും എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. ക്യാറ്റ് കിങ്ങും ഡോഗ് കിങ്ങും ആണെങ്കിൽ അവളോട് പറയും, ഇനി മുതൽ നീ വേണം ഒക്കബുറേ ടൗണ്, ആ റൂളർ അത് നീയാണ്. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് ഫ്രീസ് ആവും. അതിനുശേഷം പൊട്ടിക്കരഞ്ഞ് അവരോട് പറയും, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, എന്നെ കൊണ്ട് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല, ഞാനൊരു കൊച്ചു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവളങ്ങനെ തേങ്ങിക്കരയും. ക്യാറ്റ് കിങ്ങും ഡോഗ് കിങ്ങും ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, ഞങ്ങളുടെ സഹായം അതിപ്പോ വാനോ കിൻഡത്തിന് ആവശ്യമാണ്. മൊമന്റോസ്കി ചെറിയൊരു പയ്യനാണ്, സോ എന്റെ റീറ്റെയിനേഴ്സായ ഞങ്ങൾക്ക് മൊമന്റോസ്കി ഇവിടെ ഉപേക്ഷിച്ച് സോ ഐലാൻഡിലേക്ക് പോകാനായിട്ട് കഴിയില്ല. സോ പുതിയ ജനറേഷന് ഞങ്ങളുടെ ഈ ഒരു അധികാരം അത് കൈമാറാനുള്ള സമയം അത് വന്നിരിക്കുകയാണ്. ഓൾറെഡി ലൂഫിയുടെ കൂടെ നീ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, സോ അതിന് പറ്റിയ ആള് നീയാണ്. അത് കേട്ട് ഇപ്പൊ ഡോഗ് കിങ്ങിന്റെയും ക്യാറ്റ് കിങ്ങിന്റെയും അസിസ്റ്റൻസ് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ്. വാണ്ടയാണെങ്കിൽ പെട്രോ പറഞ്ഞ കാര്യം അവൾ ഓർമ്മിപ്പിക്കും, നിനക്കായി ഒരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടി നീ കാത്തിരിക്കണം, അന്ന് നിന്നെ ഭരമേൽപ്പിക്കുന്ന കാര്യം അത് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് നീ ചെയ്യണം. അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് തല താഴ്ത്തി നിൽക്കുകയാണ്. പിന്നാണെങ്കിൽ കാര്യം പിടികിട്ടും, ഇതാണ് അവളുടെ ടേൺ, സോ തീർച്ചയായിട്ടും അവൾ ഈ ഒരു ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തേ മതിയാവും. ഉടനെ ക്യാരറ്റ് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇതിന് സമ്മതം മൂളുകയാണ്. കട്ട് ചെയ്ത ഇവിടെ വിശ്വസുന്ദരി മൊമന്റോസ്കിയും അവർ രണ്ടുപേരും മാസ്റ്ററിനെ കെട്ടിപ്പിടിച്ച് കരയും. കാരണം അദ്ദേഹം അവരുടെ മാസ്റ്റർ അല്ല, മറിച്ച് ാണെന്നുള്ള സത്യം ആള് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അവർക്കാണെങ്കിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് സ്വന്തമായിട്ട് ആരും തന്നെ ഈ ഭൂമിയിലില്ല എന്നാണ് അവർ കരുതിയത്. അങ്ങനെ ആരുമില്ലാത്തവർക്ക് ഇപ്പൊ അവരുടെ ഗ്രാൻഡ് പേ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ അവർ പൊട്ടിക്കരയും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ആശ്വസിപ്പിക്കും, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, ഓടൻ മരിച്ചതും ഈ ഒരു ഐലാൻഡിന് ഇത്രയും മോശം അവസ്ഥ വന്നതിന്റെ എല്ലാം കാരണക്കാരൻ ഞാനാണ്, അതുകൊണ്ടാണ് ഇത്രയും കാലവും ഞാൻ എന്നെ തന്നെ മറച്ചു പിടിച്ച് ജീവിച്ചതെന്ന് പറയും. ഈ കാര്യം കേട്ട കിന്ന് അവനാണെങ്കിൽ ബാക്കിയുള്ള ഓടന്റെ റീറ്റെയിനേഴ്സുമായിട്ട് അവിടേക്ക് എത്തി ആളുടെ മുൻപിൽ വണങ്ങി നിൽക്കും. കിന്നാണെങ്കിൽ ഒരുപാട് വിഷമവും സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുകയാണ്. അതിനുശേഷം മാസ്റ്റർ പറയും, ഇനി ഞാൻ ഇവിടെ ഷോഗനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ കൊച്ചുമകൻ മൊമന്റോസ്കി അവനാണ് അടുത്ത ഷോഗൺ. ഈ ഒരു വാനോ കിൻഡത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ചരിത്രങ്ങളും ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ റോബിൻ അവളാണെങ്കിൽ ആൻഷ്യൻ വെപ്പനെ കുറിച്ച് അവരോട് പറയും. സത്യത്തിൽ ഓടൻ ആൻഷ്യൻ വെപ്പൻ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ടാണ് വാനോ കിൻഡത്തിന്റെ അതിരുകൾ വെട്ടിമുറിക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ആൻഷ്യൻ വെപ്പൻ പ്ലൂട്ടോൺ അത് പുറത്തേക്ക് വരുന്നു പറഞ്ഞ് അവരതിനെക്കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ചുന്ദരി പെണ്ണ് അവിടേക്ക് വരിക. അവൾ മറ്റാരുമല്ല, അവിടെ ഉണ്ടപ്പെണ്ണ്. അവളുടെ പുതിയ ലുക്കൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. സാഞ്ചിക്കാണെങ്കിൽ അവളെ കുറച്ച് ഇഷ്ടമാവും. വയലറ്റ് പെണ്ണ് ലൂഫിയോട് പറയും,
ഉണ്ടപ്പെണ്ണിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നിഞ്ച ടെക്നീക്സ് ഒക്കെ പഠിക്കാനായിട്ട് പോവാണ്. ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും നിന്റെ ടീമിൽ ചേരും. ലോങ് ഷോട്ടിലായിട്ട് ആ കരീബോ വില്ലൻ അവനാണെങ്കിൽ പ്ലൂട്ടോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അത് മനസ്സിലാക്കി ആരോടും ആ കാര്യം ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം വാനോ കിങ്ഡം അതാണെങ്കിൽ ആ പഴയ നിലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പുതിയ കൺസ്ട്രക്ഷനുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും വന്ന് മൊമന്റോസ്കോ ഡിസ്കസ് ചെയ്യും. അവനാണെങ്കിൽ ഇപ്പൊ കുറെയൊക്കെ സീരിയസ് ആയി ഏറ്റെടുക്കാനും അതിനെക്കുറിച്ച് പറയാനും തീരുമാനം എടുക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുൻപോട്ടേക്ക് നടന്നു വരുമ്പോഴായിരിക്കും അവന്റെ പപ്പ ഓടനെ അവൻ ഓർമ്മ വരിക. അടുത്ത നിമിഷം അവൻ ലൂഫിയെ കാണാനായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വലിച്ചെറിഞ്ഞ് അവരുള്ള ആ ഹാൾ ലക്ഷ്യമാക്കി ഓടിയെത്തും. സോറോ, എനിക്ക് നിന്റെ സ്ക്വാഡ് ടെക്നിക്ക് അത് പഠിപ്പിച്ചതാ. ലൂഫി എവിടെയെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. അവിടെ ഇപ്പൊ ആരെയും തന്നെ കാണാനില്ല. അമ്മേ, ഉസോപ്പ്, റോബിൻ, ഫ്രാങ്കി, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് അവനാണെങ്കിൽ ഇപ്പൊ വിശ്വസുന്ദരിയുടെ അടുത്തേക്ക് വരും. അവളോട് അവരെവിടെയും ചോദിക്കും. അവള് പറയും അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇപ്പോ പോർട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പൊ ഒരു ഐലാൻഡ് വിട്ട് പോയിട്ടുണ്ടാവും. മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. അവന്റെ തൊട്ടു പിന്നാലെ കിന്നും അവിടേക്ക് എത്തി ആ ഒരു വാർത്ത കേട്ട് ഞെട്ടുകയാണ്. കൗമഡ്സും അടക്കം ബാക്കി എല്ലാവരോടും അവർ യാത്ര പറഞ്ഞു. എന്നോട് അവർ യാത്ര പറഞ്ഞില്ല. ഇതിൽ നമ്മൾ എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, ഒരു വാക്കെങ്കിലും ഞങ്ങളോട് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ടെററാവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ യമട്ടോ ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് നോക്കിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ പോർട്ട് കാണിക്കും. നമ്മുടെ ആൾക്കാർ പോകാനായിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ലോയും യൂസ്റ്റസ് കിഡും ലൂഫിയും അവർ 3 പേരും കപ്പലൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് പുറപ്പെട്ടു പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവരുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ കപ്പലിൽ ഫില്ല് ചെയ്യും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ തീർത്തു പറയും നമ്മുടെ 3 പേരുടെ അലയൻസ് അത് ഇതോടുകൂടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ടീമും ഒരു ദിവസം തന്നെ പോകാനായിട്ട് പാടില്ല. ഞാൻ ഇന്ന് പുറപ്പെട്ടു പോകും, അതിനുശേഷം മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് പറയും. പക്ഷെ ലോ ആണെങ്കിൽ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഓൾറെഡി ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്. നിനക്ക് വേണമെങ്കിൽ നീ അടുത്ത ദിവസം ഇവിടുന്ന് യാത്രയായാൽ മതി എന്ന് പറയും. ലൂഫിയും അത് തന്നെ പറഞ്ഞ് അവർ 3 പേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഒടുവിലാണെങ്കിൽ യൂസ്റ്റസ് കിഡ് ഒരു ലാക്ക് പോസ് എടുത്ത് കാണിക്കും. ഓക്കെ, തർക്കം നമുക്ക് ഒഴിവാക്കാം. നമുക്ക് 3 പേർക്കും ഇന്ന് തന്നെ 3 ഡയറക്ഷനിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ ലാക്ക് പോസ് കാണിക്കും. 3 ഡയറക്ഷൻസ് അതിൽ കാണിക്കുന്നുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ ഡയറക്ഷൻസ് വേണമെന്ന് അവർ പരസ്പരം ചോദിക്കും. അവർ 3 പേരും നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. അത് കേട്ട് അവർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ. ഓ നോ, ഏതെങ്കിലും ഡയറക്ഷൻ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഒരുപാട് തർക്കിച്ച് ഡയറക്ഷൻസ് ചൂസ് ചെയ്യുകയാണ്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യും. നോർത്ത് ഈസ്റ്റ് സൈഡ് അവന് കിട്ടുകയാണ്. അതില് അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അപമാനം. ഓ നോ, ഞാനിതിൽ പരാജയപ്പെടാൻ ഒരിക്കലും പാടില്ല. ഞാനിപ്പോ ആ 4 എംപറേഴ്സിൽ ഒരാളല്ലേ. ഇതെന്റെ ടീംമേറ്റ്സിനുണ്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണെന്ന് പറഞ്ഞ് അവൻ കരയും. അപ്പോഴാണെങ്കിൽ കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കുട്ടികളെ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ വാശി പിടിക്കും. ഇപ്പൊ നമുക്ക് ആവശ്യം ഇവിടുന്ന് സേഫ് ആയിട്ട് യാത്ര ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് വെറുതെ നോക്കിയിരിക്കാതെ നിങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും സെറ്റ് ചെയ്യാനും നീ ഞങ്ങളെ സഹായിക്കുക. അത് കേട്ട് ലൂഫി ആണെങ്കിൽ പതിയെ അവിടേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവരാണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ബഗ്ഗിയും മിഹോക്കും വേറെ കുറച്ച് പേരൊക്കെ ചേർന്ന് വലിയ ടീം തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. മിഹോക്ക് അവനെങ്ങനെ ബഗ്ഗിയുടെ ടീമിൽ ചേർന്നു. ബഗ്ഗി ശരിക്കും ഭയങ്കര ലക്കിയാണ്. കാരണം ഒന്നും ചെയ്യാതെ അവൻ ഒരു വാർലോഡായി മാറി. മാത്രമല്ല പവർഫുൾ ആയ ഒരുപാട് പേരെ അവന് ടീമിൽ കിട്ടിയെന്ന് പറഞ്ഞ് അവരുടെ യാത്ര അത് ആരംഭിക്കുകയാണ്. അതേസമയം ലോ ആണെങ്കിൽ ഒരു പേപ്പർ കട്ട് യൂസ്റ്റസ് കിഡിന് ഇട്ട് കൊടുക്കും. അത് ചെക്ക് ചെയ്യും. അത് റോഡ് പോണോഗ്ലിഫിന്റെ കോപ്പിയാണ്. റൈറ്റ്സ് പ്രകാരം യൂസ്റ്റസ് കിഡിനും ആ ഇൻഫർമേഷൻ കിട്ടാനുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ചീറ്റ് ചെയ്യാതെ ലോ അത് അവന് കൊടുത്തത്. അങ്ങനെ പോണോഗ്ലിഫ് ഒക്കെ കിട്ടി. അടുത്ത പോണോഗ്ലിഫ് അത് കണ്ടെത്താനുള്ള യാത്ര 3 ടീമും ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ യമട്ടോ പെണ്ണ് അവളാണെങ്കിൽ ഗഹനമായിട്ടുള്ള ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനം എടുക്കും. ലൂഫിയാൻ ടീമിനോടൊപ്പം ചേർന്ന് ഓടൻ അവൻ എങ്ങനെയാണോ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തത് അതുപോലെ തന്നെ ലൈഫ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അടുത്തൊരു ഓടനായി മാറും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.